ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മയോനൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 2 പെറ്റി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, ഒരു മുട്ട, സൺഫ്ലവർ ഓയിൽ ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിലേക്ക് ഒരു പെറ്റി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ മുട്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സി ഒരു ട്രിപ്പ് അടിച്ചെടുക്കുക. മയോനൈസ് കുട്ടികൾക്കൊക്കെ അധികം കൊടുക്കുന്ന മുട്ടയാണ്. വല്ലപ്പോഴൊക്കെ ഇത്തിരി ശേഷം നമുക്ക് കഴിക്കാമെന്ന് മാത്രം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് ഇപ്പം ഞാൻ ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് ഒരു ട്രിപ്പ് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പൂൺ കൂടി ആഡ് ചെയ്യുക. ഒന്നും കൂടി അടിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. മയോനൈസ് സെറ്റാവണവരെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറച്ച് ചേർത്ത് അടിച്ചു കൊടുക്കണം. അവസാനമായി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വട്ടം കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മയോനൈസ് സെറ്റാവും. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മയോനൈസ് സെറ്റായിട്ടുണ്ട്. ആവശ്യമുള്ള കുറുക്കൊക്കെ ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മന്തിയും ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന മയോനൈസ് കിട്ടുന്ന ചെപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചപ്പോൾ കറക്റ്റ് ഈ പാത്രത്തിലേക്ക് കൊള്ളാൻ പാകത്തിനുള്ള മയോനൈസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള തിക്കൊക്കെ ഉണ്ട്. കുഴപ്പമില്ല മയോനൈസ്. അപ്പോൾ ഈ അളവിലുള്ള മയോനൈസ് നമുക്ക് കിട്ടി. ഒന്നും കൂടി കുറുക്കണം എന്നുള്ളവർക്ക് ഒന്നും കൂടി ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോൾ അവിടെ ബ്രെഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് മയോനൈസിന് മുക്കി അവൾ തിന്ന് നോക്കുകയാണ്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ. എങ്ങനെയുണ്ട് മയോനൈസ്? അവൾക്ക് ഇഷ്ടമായിട്ട് മയോനൈസ് സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.